ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നമുക്കറിയാം ഓൺലൈനായിട്ട് ഒരുപാട് പ്രൊഡക്റ്റായിട്ട് തന്നെ മീൻസ് ഫേസ് പാക്ക് ആക്കിയ പ്രൊഡക്റ്റായിട്ട് തന്നെ നമുക്ക് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഡയറക്റ്റ്ലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഹോം റെമഡിയിൽ 10 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കൗട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. നമുക്കറിയാം അരിപ്പൊടി അധികം ഇല്ലാത്ത ദിവസങ്ങളും ഇല്ലാത്ത വീടുകളും കാണത്തില്ല. അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുക്കുക, അതേപോലെ തന്നെ തൈരും എടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളും ആഡ് ചെയ്യുക. മഞ്ഞൾ മുഖത്തിന് ചിലർക്ക് മഞ്ഞൾ മുഖത്തിന് പിടിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും മഞ്ഞളും കൂടി എടുക്കാം. കുറച്ച് അരിപ്പൊടിയും തൈരുമായിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരിപ്പൊടി നല്ല പൊടിയായിരിക്കണം. അല്ലാണ്ട് ചെറിയ ചെറിയ കട്ട പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല പൊടിയായിരിക്കണം. അതേപോലെ തന്നെ നല്ല കട്ട തൈരും എടുക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന തൈരാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ വാങ്ങുന്ന തൈരായാലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തൊരു 10-20 മിനിറ്റോ നേരം നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫേസിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അരിപ്പൊടി തന്നെ നമുക്ക് പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതൊരു അരിപ്പൊടിക്ക് ആദ്യമുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല ഫേസിന് നല്ലൊരു ക്ലെൻസറുമാണ്. അപ്പോൾ അരിപ്പൊടി നമുക്ക് പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ അരിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിൽ തന്നെ വറുക്കാത്ത വീട്ടിൽ തന്നെ അരി പൊടിച്ചെടുത്ത അരിപ്പൊടി വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അരിമാവ് അരയ്ക്കുമ്പോഴുള്ള ആ മാവായാലും മതി. നല്ല ശുദ്ധമായിട്ടുള്ളതാണ് പറയുന്നത്. നല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് എടുക്കാറ്. നിങ്ങൾക്ക് പുറത്ത് പാക്കറ്റ് തൈരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ നിന്ന് എടുക്കുന്ന തൈരായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി തൈര് അലർജി ഉള്ളവർക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് തൈര് ഫേസിന് പിടിക്കില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാനാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തത് നല്ല തിക്ക് പേസ്റ്റ് ആക്കി നല്ല ക്രീം രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു തിക്ക് പേസ്റ്റായിട്ട് ഇങ്ങനെ ക്രീം പോലെ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ഒന്നിരിക്കട്ടെ. നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കണ്ണൊഴുകി ബാക്കി ഭാഗത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മുഖത്തൊരു കളറും കഴുത്തിനൊരു കളറും ആയിപ്പോവും. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും കൂടെ പറയണം, അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് അരിപ്പൊടി എടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് എടുക്കണം. അതുപോലെ തന്നെ നല്ല പൗഡർ ഒരു രൂപത്തിൽ വേണം നമ്മൾ അരിപ്പൊടി എടുക്കാനായിട്ട്. അതേപോലെ തൈരും നല്ല കട്ട തൈര് എടുക്കണം. അപ്പോൾ തൈരില്ലാത്തവർക്ക് പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്ലെൻസറാണ് ഈ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫേസിന് അരിപ്പൊടി ആയാലും തൈരായാലും നമ്മുടെ ഫേസിന് ബ്രൈറ്റ്നസ് തരുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞു. ഭയങ്കര വെളുത്ത് പഴയ കളർ മാറി ഭയങ്കര വെളുക്കത്തൊന്നുമില്ല, പക്ഷെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വീക്കിലി ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതിയായിരിക്കും. ഇനി നിങ്ങൾ കാലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിലി ഒരു 4 തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മുഖത്താണെങ്കിൽ 2 തവണ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടയൊക്കെ പിടിച്ച് മാക്സിമം വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുഖം കുറച്ചും കൂടി കരിവാളത്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം വെയിലൊന്നും കൊള്ളാതിരിക്കുക. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തൊട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യാതെ മെല്ലെ വേണോട്ട് ചെയ്യാം. ഒരു 3-2 മിനിറ്റ്സ് നമുക്കിങ്ങനെ
സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിൽ കാണാൻ തോന്നും. ഞാൻ ഫേസ് വാഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അധികം നേരം വെക്കണ്ട, കാരണം അരിപ്പൊടി ചിലപ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കഴുകുമ്പോൾ അത് പൊളിഞ്ഞ് വരാനുള്ളൊരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫേസിൽ വീക്ക്ലി 2 വട്ടമായിട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.